നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകാൻ പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ രൂപം നൽകിയിട്ടുള്ള കെയർ വയനാട് സഹായ പദ്ധതിയിലേക്ക് കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളി ദുരിതാശ്വാസ സഹായധനം നൽകി. പരിശുദ്ധ യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയസ് ദുരിതാശ്വാസ ഫണ്ട് ഏറ്റുവാങ്ങി. വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ, ട്രസ്റ്റി ബേബി ആഞ്ഞിലിവേലിൽ എന്നിവർ ചേർന്ന് തുക കൈമാറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ സഹവികാരിമാരായ ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ, കൈക്കാരന്മാരായ സലീം ചെറിയാൻ മാലിയിൽ, എബി വർഗീസ് ചേലാട്ട് കളപ്പുര, PI ബേബി പാറേക്കര, ഡോക്ടർ റോയി എം ജോർജ് മാലിയിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബാബു മാത്യു കൈപ്പള്ളിയിൽ, കുര്യാക്കോസ് വർഗീസ് പുല്ലാന്തിക്കാടൻ, ഡോക്ടർ ബാലു ചാക്കോ കോച്ചാട്ട്, KK വർക്കി കൊല്ലമ്മാവുടി, റെനി വർഗീസ് പഴുക്കാളിൽ, ജെയിൻ കെ പോൾ കട്ടങ്ങനാൽ, ഷാജി KO കാരാട്ടുപറമ്പിൽ, CK ബാബു ചെറുപുറം, AV എൽദോ ആനച്ചിറ, ഷിജു പഴുക്കാളിൽ, വിൽസന്റ് പൈലി പാറയ്ക്കൽ എന്നിവർ സന്നിധരായിരുന്നു. മാതൃകാപരമായ എല്ലാ കാര്യങ്ങളും സഭയെ കരുതിയും പ്രത്യേകിച്ച് ശേഷം ബാവായുടെ അനാരോഗ്യത്തിൽ ബാവായുടെ ശുശ്രൂഷ സംബന്ധിച്ചു, അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലും ആതുര സേവന രംഗത്തുമൊക്കെയുള്ള വലിയ മാതൃകയാണ് നമ്മുടെ കോതമംഗലം ചെറിയ പള്ളി. മുന്നോട്ടുള്ള സഭയുടെ ഭാവി നിർണയവുമൊക്കെ ഈ പരിശുദ്ധ ദേവാലയത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സഭയും പരിശുദ്ധ സഭയും ഈ ദൈവാലയം തമ്മിലുള്ളതായ ബന്ധത്തിന് അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കുക സാധ്യമല്ല. പരിശുദ്ധ ബാവായുടെ ഖബറിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടുന്ന ആ ചൈതന്യവും ആ അനുഗ്രഹത്തിൻ്റെ പ്രവാഹവും ഈ പരിശുദ്ധ സഭയെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ കൈമാറുന്ന സത്യവിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ നിന്നും മറുപടി പോലും വ്യതിചലിക്കാതെ നമ്മുടെ സഭയും നമ്മുടെ ഇടവകകളും എല്ലാ അർത്ഥത്തിലും ഒരുമനപ്പെട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ ഇതും നമ്മൾ മറികടക്കും എന്നുള്ളതായ അതിജീവിക്കും എന്നുള്ളതായ ഉത്തമമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും.